എടാ നീ ടെൻഷൻ അടിക്കാതെടാ, തീയതി കുറിക്കട്ടെ. അത് നിന്റെ കല്യാണത്തിനല്ലല്ലോ. അത് മതി. ഈ ജാതകക്കാരന് കല്യാണ യോഗം ഇല്ല. അയ്യോ, കല്യാണ യോഗം ഇല്ലെന്നോ? അല്ല, കല്യാണ യോഗം ഇല്ലെന്ന് വെച്ചാ ഈ വർഷം ഇല്ലെന്നാ പറഞ്ഞത്. എന്ന് വെച്ചാ അടുത്ത വർഷം ഇടവമാസം കഴിഞ്ഞ് യോഗം കാണുന്നുണ്ട്. കാരൂരെ, ഇപ്പോഴാ ഈ കല്യാണം ഒത്തു വന്നത്. അധികം നീട്ടി വയ്ക്കാൻ പറ്റില്ല. പെൺകുട്ടിയുടെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്യും മാഷ്, പെൺകുട്ടിയുടെ ജാതകം കൊണ്ടുവരും. നമുക്ക് രണ്ടും കൂടെ ഒത്തു നോക്കാം. എന്നിട്ട് തീയതി കുറിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഞാനൊന്ന് മോളോട് ചോദിക്കട്ടെ. ബാലമമ്മേ, മോളെ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. മോളെ, കല്യാണ തീയതി കുറിക്കാൻ വേണ്ടി ഞാനും ഹേമയും കൂടി കാരൂർ ജോത്സ്യന്റെ അടുത്ത് വന്നതാ. അരവിന്ദന്റെ ജാതകം മാത്രം പോരാ, മോളുടെ ജാതകം കൂടി വേണത്രേ. എങ്കിലേ തീയതി കുറിക്കാൻ പറ്റൂന്നാ ജോത്സ്യർ പറയുന്നത്. 5 മിനിറ്റ് ബാലമമ്മ, ഇപ്പൊ തന്നെ ഞാൻ എടുത്തു തരാവേ. ശരി മോളെ. ശരി, ഞങ്ങൾ നാളെ വരാം. ആയിക്കോട്ടെ. ഓ ശരി ജോത്സ്യരെ. ശരി ശരി. എന്തുവാടി നീ ഇത്ര തപ്പുന്നേ? എന്റെ ജാതകം. നിനക്കെന്തിനാ ഇപ്പൊ ജാതകം? പൊരുത്തം നോക്കാൻ വേണ്ടി ബാലമാമ ചോദിച്ചു. എന്തോന്ന് കാണിക്കുന്നേ? നീ ഇതെന്താണോ?
എടി കുഞ്ഞോളെ, ഞാൻ ഒരു പണിയൊപ്പിച്ചു. ആ, ഒപ്പിച്ചു എന്നങ്ങ് പറഞ്ഞാ മതി. അത് പണിയാകും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. ശ്രദ്ധിച്ചു കേക്കടി. എന്താന്ന് വെച്ചാ പറ. പൊരുത്തം നോക്കാൻ വേണ്ടി ജാതകം വേണോന്ന് പറഞ്ഞ് അവൾ അലമാര മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുക. ആരുടെ പൊരുത്തം നോക്കാൻ? ഇടി നിന്റെ. എന്റെ ഇടി ചാരുവിന്റെ ആ കാലമാടന്റെ മോന്റെ. ഓ, പക്ഷെ പൊരുത്തം നോക്കാൻ പറ്റൂല. അതെന്ത്? ഞാൻ ആ ജാതകം അവിടെ നിന്നൊക്കെ മാറ്റി. എന്നിട്ട് അപ്പൂപ്പന്റെ ഫോട്ടോയുടെ പുറകെ കൊണ്ടുവച്ചു. ജാതകം ഇല്ലാതെ എങ്ങനെയാണ് ഈ കല്യാണം നടത്തുന്നത്? ഇതാണോ നിങ്ങൾ ഒപ്പിച്ച പണി? പിന്നെ സിമ്പിൾ ആയിട്ടല്ലേ പണി കൊടുത്തത്. ശ്ശോ, ഇങ്ങനൊരു മണ്ടനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതോടി ഒരു നല്ല കാര്യം ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു നല്ല കാര്യം. എന്റെ മനുഷ്യ, ജാതകം ഒളിപ്പിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചാരു ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അയാള് അവളുടെ ബാലമാമയ്ക്ക് കാണാപ്പാടം അറിയാം. അതിന് അതിന് ഒരു പുതിയ ജാതകം ഉണ്ടാക്കാനേ ജനിച്ച സമയവും ദിവസവും പിന്നെ രാത്രിയാണോ പകലാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതിപ്പോ അയാൾക്കറിയണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത്രയും പണിയെടുത്ത് വെറുതെ ആയിപ്പോയല്ലേ? വെറുതെ ആയെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കത് പണിയായി വരാൻ സാധ്യതയുണ്ട്. അല്ല, നീ തന്നെയല്ലേ പറഞ്ഞത് വെറുതെ ആയിപ്പോയെന്ന്. നിങ്ങളെ ഞാൻ പറയുന്ന പോലെ അവളോട് ചെന്ന് പറ. എന്തോ പറയാ? ബാ ബാ. എന്തോടി നീ പറയടി, എന്താ? നീ ഇനി ജാതകം തപ്പി സമയം കളയണ്ട. പാവുകുട്ടനുമായിട്ടുള്ള നിശ്ചയം മുടങ്ങി പ്രശ്നമായപ്പോ ശാന്തി അതങ്ങ് എടുത്തു വെച്ചു. ഞാനത് വാങ്ങിച്ചു തരാം. വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. വേണ്ട, ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ നീ നിന്റെ മാമനെ വിളിച്ചു പറഞ്ഞേക്ക്, അങ്ങേര് മേടിച്ചു തരും. ഉഫ്, നോക്കിയോ ഇത്ര മഴ. എടി, ആള് ഭയങ്കര ഫേമസാ. ആണോ? നിനക്കറിയത്തില്ലേ? വരൂ ഭാവി അറിയൂ യൂട്യൂബ് ചാനൽ. ജ്യോതിഷരത്നം അനീഷ് സ്വാമി. ആ സ്വാമിയാണോ? ആ സ്വാമി അല്ല, ഈ സ്വാമി. സ്വാമി സ്വാമി ആ കേറി വന്നോളൂ. കണ്ട, കറക്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാ. കേറുക. കൂടെ അവിടെ വെച്ചേക്ക്, എന്നിട്ട് കൊണ്ടിരുന്നോ. ആ, ഇവിടെ ഇരിക്കാനാ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ല കൊഴുപ്പിച്ചങ്ങ് എഴുതി തരുമായിരിക്കുമല്ലോ അല്ലേ? ഉറപ്പല്ലേ? അല്ല, വലിയ സിദ്ധനാന്നൊക്കെയല്ലേ പറയുന്നത്. എന്തെങ്കിലും പിടിവാശി ഉണ്ടാവോ? പിടിവാശി മുട്ടവഞ്ചിയുടെ കാര്യത്തിലേ ഉള്ളൂ. മുട്ടപൂച്ചിയോ? എടി അതല്ല, ഈ കൂടോത്രൊക്കെ ഉള്ള ആളല്ലേ ഈ മുട്ടയില്. ഇപ്പൊ തന്നെ സ്വാമിയുടെ കാര്യം എന്ന് പറഞ്ഞ ദൂരെ ഇരിക്കുന്ന ഒരാളെ ഇവിടെ ഇരുന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ അവന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും പറയും. പിന്നെ നിന്നെ കണ്ട നിന്റെ കാര്യവും പറയും.